ശ്രീ കരമനജയൻ, സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചതിൽ വൻ ക്രമക്കേടാണ് നടന്നത്. 100 കോടിയിലധികം രൂപ ചെലവിട്ട ഈ പദ്ധതി 5 കോടി രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതിയില്ലാത്ത അനർട്ടിനെയാണ് ഏൽപ്പിച്ചത്. ചട്ടങ്ങൾ ലംഘിച്ച് കരാറെടുത്ത ഇങ്ങനെ ഒരുപാട് കമ്പനികൾ, ഇത് ഒരു അഴിമതി, കിച്ചൺ ബിൻ അഴിമതി മറ്റൊന്ന്, ഇങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 20,000 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് BJP പ്രധാനമായി ഉന്നയിക്കുന്ന വാദം. ഇനി ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മേയറായിട്ട് കാണാനുമില്ല. CPM പൊതുപരിപാടികൾ ഇത്ര വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്ന ഒരാളല്ലേ, അയാൾ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രനെ CPM മുന്നിട്ട് അല്ലെങ്കിൽ മുന്നിൽ നിർത്തി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നില്ല? BJPക്ക് എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ 45 വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് LDFന്റെ ഭരണസമിതികളാണ്. മാറി മാറി നിരവധി മേയർമാരെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 45 വർഷക്കാലവും തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ 45 വർഷത്തെ അവസാനത്തെ 5 വർഷം ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള അഴിമതികളാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. 20,000 കോടിയുടെ അഴിമതി എന്ന് പറയുമ്പോൾ ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു സംവിധാനമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് CPM ഈ മേയറെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാണിക്കുന്ന അഴിമതിയാണ്. മേയർ ഇതിനെല്ലാം കൂട്ടുനിന്നു, മേയർ അതിന് നേതൃത്വം കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. CPM ഇപ്പോൾ മേയറെ ഒഴിവാക്കുന്നുവെങ്കിൽ ഈ സത്യങ്ങൾ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ അഴിമതിയുടെ സത്യങ്ങൾ, ആ സത്യങ്ങളിൽ തീർച്ചയായും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് ഈ CPM വരെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മേയറെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളത്. അതിന് യാതൊരു സംശയം വേണ്ട. മേയറെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ള വോട്ടും കൂടെ നഷ്ടപ്പെടും എന്നുള്ള ഒരു തോന്നൽ CPMനുണ്ട്, CPM നേതൃത്വത്തിലുണ്ട്. പക്ഷെ ഇതിനകത്ത് മേയറെ മാത്രം ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. CPM പൂർണ്ണമായും CPMന്റെ സംസ്ഥാന നേതൃത്വം ഇതിന് ഉത്തരം പറയണം. ഇതിന് മേയറും കോർപ്പറേഷന്റെ ഭരണ സംവിധാനം മാത്രമല്ല, CPMന്റെ സംസ്ഥാന നേതൃത്വം, മുഖ്യമന്ത്രി അടക്കം ഇതിന് ഉത്തരം പറയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇതില് കിച്ചൺ ബിൻ അഴിമതി അടക്കം 15 വർഷം മുമ്പ് നിർമ്മിച്ച സുലഭ് ടോയ്ലറ്റുകളെ 7 വർഷം മുമ്പ് വന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ എഴുതി ചേർത്ത് അങ്ങനെയും അഴിമതി നടത്തിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിൽ BJP പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകാനാണ്? എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കൂടുതൽ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ട്. ഇത് BJP തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉയർത്തിവരുന്ന വിഷയമല്ല. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് 5 വർഷത്തിന് മുമ്പ് 10 വർഷം മേയർ പ്രശാന്ത് ഇവിടെ ഭരിച്ചിരുന്ന കാലം തൊട്ട് BJP തിരുവനന്തപുരത്ത് ശക്തമായിട്ടുള്ള പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്, ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരങ്ങൾ തന്നെയാണ് BJP ഉയർത്തി വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല, ഇത് യാഥാർത്ഥ്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തൊക്കെ പുകമറ സൃഷ്ടിച്ച് CPMന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് CPMന്റെ നേതൃത്വം അറിയാം. അതുകൊണ്ടാണ് ഇത്തരം ഈ മേയറെയൊക്കെ ഒഴിവാക്കി നിർത്തി പ്രചരണം നടത്താൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. വളരെ നന്ദി. അങ്ങ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണെന്നറിയാം, എങ്കിലും ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ശ്രീ കരമനജയനാണ് നമുക്കൊപ്പം ചേർന്നത്.